സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റേതുൾപ്പെടെ നിരവധി വിജ്ഞാപനങ്ങളാണ് ഈ ആഴ്ചയിൽ ഉദ്യോഗാർത്ഥികളെയും കാത്തിരിക്കുന്നത്. നമസ്കാരം, എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. തൊഴിലവസരങ്ങളിലേക്ക്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ 4408, ഫീമെയിൽ 2496, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എക്സ് സർവീസ്മെൻ 285, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എക്സ് സർവീസ്മെൻ കമാൻഡോ വിഭാഗം 376 എന്നിങ്ങനെ ആകെ 7565 ഒഴിവുകളാണ് ഉള്ളത്. +2 വിജയമാണ് വിദ്യാഭ്യാസ യോഗ്യത. പുരുഷ ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷാ സമയത്ത് LMV മോട്ടോർ സൈക്കിൾ, കാർ എന്നിവയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഹാജരാക്കണം. ശാരീരിക യോഗ്യത, കായികക്ഷമതാ പരീക്ഷ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് പരിശോധിക്കുക. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. 18 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉദ്യോഗാർത്ഥികൾ 2000 ജൂലൈ 2 മുൻപോ 2007 ജൂലൈ 1 ശേഷമോ ജനിച്ചവരാകരുത്. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ, ശാരീരിക യോഗ്യതാ പരിശോധന, മെഡിക്കൽ ടെസ്റ്റ് എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. വനിതകൾ, SC/ST വിഭാഗത്തിൽപ്പെട്ടവർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിൽ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 21. വെബ്സൈറ്റ് ssc.gov.in. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്, ഡൽഹി പോലീസ് എന്നീ സേനാ വിഭാഗങ്ങളിലേക്ക് സബ് ഇൻസ്പെക്ടർ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. വനിതകൾക്കും ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആകെ 3073 ഒഴിവുകളാണ് ഉള്ളത്. ഡൽഹി പോലീസിൽ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ 212 ഒഴിവുകളാണ് ഉള്ളത്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് വിഭാഗത്തിൽ CRPF 1029, BSF 223, ITBP 233, CISF 1294, SSB 82 എന്നിങ്ങനെ 2861 ഒഴിവുകളാണ് ആകെയുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യുവാൻ സന്നദ്ധരായിരിക്കണം. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ്. എന്നാൽ ഡൽഹി പോലീസിലെ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷാ സമയത്ത് LMV മോട്ടോർ സൈക്കിൾ, കാർ എന്നിവയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഹാജരാക്കേണ്ടതാണ്. ശാരീരിക യോഗ്യത, കായികക്ഷമത എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രായം 20 മുതൽ 25 വയസ്സ് വരെ. കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾ, SC/ST വിഭാഗക്കാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 16. ഡൽഹി പോലീസിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് ssc.gov.in. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി കമ്പനി സെക്രട്ടറി, എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രോണിക്സ്, നേവൽ ആർക്കിടെക്ചർ എന്നീ തസ്തികകളിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ആകെ ഒഴിവുകൾ 7. എക്സിക്യൂട്ടീവ് ട്രെയിനി കമ്പനി സെക്രട്ടറി തസ്തികയിൽ 3 ഒഴിവുകളാണുള്ളത്. യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി www.cochinshipyard.in എന്ന വെബ്സൈറ്റ് കാണുക. എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത കുറഞ്ഞത് 65% മാർക്കോടെ നേടിയ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദമാണ്. ST വിഭാഗക്കാർക്കായി 1 ഒഴിവാണ് ഉള്ളത്. എക്സിക്യൂട്ടീവ് ട്രെയിനി നേവൽ ആർക്കിടെക്ചർ തസ്തികയിൽ ST വിഭാഗത്തിൽ 1 ഒഴിവും SC വിഭാഗത്തിൽ 2 ഒഴിവുകളും എന്നിങ്ങനെ ആകെ 3 ഒഴിവുകളാണ് ഉള്ളത്. കുറഞ്ഞത് 65% മാർക്കോടെ നേവൽ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. പ്രായം 2025 ഒക്ടോബർ 15 27 വയസ്സ് കവിയാൻ പാടില്ല. SC/ST വിഭാഗക്കാർക്ക് സംവരണം ചെയ്ത തസ്തികകളിലേക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷം വരെയുള്ള വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 15.
തൃശൂർ ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ മുസ്ലിം വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള ഹോസ്റ്റൽ മാനേജർ മെയിൽ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഒരൊഴിവാണ് ഉള്ളത്. യോഗ്യത ബിരുദം. സർക്കാർ, പൊതുമേഖല സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സമാനമായ അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്റ്റോർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നതിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 17-ന് മുൻപായി അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്ര സർവീസിലെ എഞ്ചിനീയറിംഗ് തസ്തികകളിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് സർവീസസ് എക്സാമിനേഷൻ 2026 മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതിനായി നടത്തുന്ന പ്രാഥമിക പരീക്ഷ 2026 ഫെബ്രുവരി 8-നായിരിക്കും നടക്കുന്നത്. കാറ്റഗറി 1 സിവിൽ എഞ്ചിനീയറിംഗ്, കാറ്റഗറി 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കാറ്റഗറി 3 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കാറ്റഗറി 4 ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലായി ആകെ 474 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി www.upsc.gov.in എന്ന വെബ്സൈറ്റ് കാണുക. പ്രായം 2026 ജനുവരി 1-ന് 21 മുതൽ 30 വയസ്സ് വരെ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 16. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ DTP ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഒരൊഴിവാണ് നിലവിലുള്ളത്. 23,410 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത SSLC വിജയം. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള പ്രിന്റിംഗ് ടെക്നോളജിയിലെ ഡിപ്ലോമ അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജിയിലെ ഏതെങ്കിലും വിഭാഗത്തിൽ KGTE അല്ലെങ്കിൽ MGTE ലോവർ അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജിയിൽ VHSC കോഴ്സും DTP സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ DCA സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇൻഡിസൈനിൽ പുസ്തകം ലേഔട്ട് ചെയ്യുന്നതിനും ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുവാനുള്ള അറിവും ഉണ്ടായിരിക്കണം. മറ്റ് ഭാഷകളിലെ പ്രാവീണ്യം, PGDCA എന്നിവ അഭികാമ്യമാണ്. പ്രായപരിധി 50 വയസ്സ്. അഭിമുഖം, പ്രായോഗിക പരീക്ഷ എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ബയോഡാറ്റ ഉൾപ്പെടെ അപേക്ഷകൾ ഡയറക്ടർ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, നളന്ദ, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ ഒക്ടോബർ 10-ന് മുൻപായി സമർപ്പിക്കുക. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.